ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ. കയ്പ്പയ്ക്ക തീറ്റ മത്സരം. കയ്പ്പയ്ക്കയാണ് തിന്നാൻ കൊടുത്തത്. അവരുടെ വിചാരം ബിരിയാണി പോലെയാണ് അവർ തിന്നത്. ഈ അക്ഷയ് തിന്നത് കണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു ഗായ്സ്. അവൻ്റെ കണ്ണിൽ കൂടിയൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. എന്ന് എനിക്ക് വന്നു. അതിൻ്റെ മണമൊക്കെ കേട്ട് ചവയ്ക്കുമ്പോൾ ഒരു കയ്പ്പയ്ക്കിൻ്റെ ഒരു മണം ഉണ്ടാകുമല്ലോ, അത് കേട്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. പിന്നെ നമ്മുടെ വിജയേട്ടൻ, ഷാജിയേട്ടൻ, മുല്ല, അബി, കുഞ്ഞൻ ഇവരാണ് കഴിച്ചത്. അതിൽ കുഞ്ഞനായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. കഴിക്കുന്നത് കണ്ട് ഞങ്ങളൊക്കെ കണ്ണടച്ച് നിന്ന് പോയി ഗൈസ്. എന്നിട്ട് അവർ രണ്ടുപേരും ജയിച്ചതാ. പച്ച ഷർട്ട് ഇട്ട കുഞ്ഞൻ നമ്മുടെ ജയിച്ച് ഫസ്റ്റ് ആയിരിക്കുകയാണ്. സെക്കൻഡ് അബിയും ജയിച്ചു. പിന്നെ ഇവരൊക്കെ തുപ്പിക്കളഞ്ഞു. ബാക്കിയൊക്കെ കഴിച്ചിറക്കാൻ പറ്റും. കുറച്ച് പേര് കഴിച്ചിറക്കിയിട്ടോ. പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ ആയിരുന്നു കയ്പ്പയ്ക്ക് തീറ്റ മത്സരം. ഇതിന് ശേഷമല്ലേ അത്. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ ലേഡീസിനെ വിട്ടു. എന്താ ജിഷ ചേച്ചിയും മഞ്ജു ചേച്ചിയും റമീസയുമാണ് കയ്പ്പയ്ക്ക് തീറ്റ മത്സരത്തിൻ്റെ ലേഡീസായി നിന്നത് കേട്ടോ. അവരും നല്ല കഴിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ചോദിച്ചു, ജിഷ ചേച്ചിക്ക് കയ്പ്പയ്ക്ക് തന്നെയാണോ തിന്നാൻ കൊടുത്തത് എന്ന് നമ്മുടെ ഉമേഷ് ബാക്കിൽ നിന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അവൻ പറയുന്നുണ്ട്. മാറി ബിരിയാണിയൊന്നും വെച്ചിട്ടില്ലല്ലോ, അല്ല ഞങ്ങൾ പഞ്ചസാര മുക്കി വെച്ചിട്ടുണ്ട് കയ്പ്പിക്കുക എന്നൊക്കെ ഞങ്ങൾ ഡയലോഗ് അടിച്ചു. അങ്ങനെ അതൊരു ഒന്നൊന്നര പരിപാടിയായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. അവരൊക്കെ സുഖമായി കഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടു നിൽക്കണം നമുക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇൻഷാ അള്ളാ അടുത്ത പരിപാടി ബിസ്ക്കറ്റ് മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ വായിൽ പിടിക്കുന്നതാണ് കേട്ടോ. അത് ഞാനാണ് ഫസ്റ്റല്ല, ഞാൻ സെക്കൻഡായിരിക്കുകയാണ്. അത് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ, എൻ്റെ പരിപാടിയൊക്കെ കാണുക, ലൈക്ക് ചെയ്യാതാ. ജിഷ ഫസ്റ്റായിരിക്കുകയാണ്. അടുത്തത് മഞ്ജുമിയും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക. അപ്പോൾ ബൈ.